അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സർവീസ് ലെവല്. അതായത് ക്ലൗഡ് പ്രൊവൈഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള സർവീസ് ലെവലാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് കമ്പ്യൂട്ടർ സർവീസ്, നെറ്റ്വർക്ക് സർവീസ്, സ്റ്റോറേജ് സർവീസ്, ഇങ്ങനത്തെ സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എന്താ പറയാ ബേസിക് സർവീസ് ലെവലാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഈസ് യൂസ് ടു ഇംപ്ലിമെന്റ് വെർച്വൽ ക്ലൗഡ് ബേസ്ഡ് സെർവേഴ്സ്. പിന്നെ എന്താ വെച്ചാൽ ഇതിന് മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഒരു സെർവറിൽ നിന്ന് വേറൊരു പവർഫുൾ ആയിട്ടുള്ള സെർവറിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് വെച്ചിട്ട് നമുക്ക് അത് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇപ്പോൾ എല്ലാ സമയത്തും സിസ്റ്റത്തിന് മുകളിൽ ലോഡ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ലോഡ് ഉണ്ടാവുന്ന സമയത്ത് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെർവേഴ്സ് മറ്റേ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് കൺട്രോൾ പാനൽ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. അടുത്തെന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് സോഫ്റ്റ്വെയർസ് ആണ്. അപ്പോൾ ഈ ഇതൊരു ഇന്റർമീഡിയറ്റ് ലെവലായിട്ടുള്ള ഒരു സർവീസ് ആണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലൈബ്രറീസും ഫ്രെയിംവർക്കൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഫങ്ഷൻസും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു എക്സാമ്പിൾ ആണ് SQL NoSQL ഡാറ്റാബേസ് എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഈസ് ഓൾസോ ഈസി ടു ഡെവലപ്പ് ഓട്ടോ സ്കെയിലിംഗ് സോഫ്റ്റ്വെയർ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിന് മുകളിലുള്ള ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സ്റ്റോറേജ് റിസോഴ്സസ് ഒക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് എന്ത് ചെയ്യും, ആഡ് ആയിക്കൊണ്ടിരിക്കും. അടുത്തെന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആസ് എ സെർവർ ആണ്, സർവീസ് ആണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ Gmail, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയ സർവീസ് ആയിട്ടുള്ള ട്വിറ്റർ, അതുപോലെ ഫേസ്ബുക്ക്, അങ്ങനെ പോലെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് മൈക്രോ സർവീസ് ആർക്കിടെക്ചർ ആണ്. മൈക്രോ സർവീസസിന്റെ വേറൊരു പേരാണ് മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു വലിയൊരു ലാർജ് ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാണ്, നമ്മൾ ബ്രോക്കൺ ഡൗൺ ചെയ്തിട്ട് സ്മോളർ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സർവീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, സ്മോളർ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ആ സർവീസസിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് മൈക്രോ സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിനും എന്താണ്, സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. അത് എന്താ പറയാ, സെപ്പറേറ്റ് ആയിട്ടുള്ള ബിസിനസ് കാപ്പബിലിറ്റി ഉള്ള ഒരു സ്പെസിഫിക് യൂണിറ്റ് ആണ് ഓരോന്നും പറയുന്നത്. സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സിൽ എവിടെയാണ് നമ്മൾ മൈക്രോ സർവീസ് യൂസ് ചെയ്യുന്നത് അവിടെയൊക്കെ എന്തുണ്ടായിരിക്കും, മൈക്രോ സർവീസസ് ആർക്കിടെക്ചറും ഉണ്ടായിരിക്കും. അടുത്തെന്ന് പറയുന്നത് ഈ മൈക്രോ സർവീസസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് സെൽഫ് കണ്ടെയ്ൻഡ് ആണ്. കാരണം വെച്ചാൽ അതിന് എക്സ്റ്റേണൽ ആയിട്ട് ഡിപ്പെൻഡൻസീസിന്റെ ആവശ്യം വരുന്നില്ല. അവർ അവരുടേതായിട്ടുള്ള ഡാറ്റയും എന്ത് ചെയ്യണം, മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടേതായിട്ടുള്ള യൂസർ ഇന്റർഫേസ് അവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതാണ് സെൽഫ് കണ്ടെയ്ൻഡ്. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആണ്. ലൈറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് ഈ മൈക്രോ സർവീസസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലൈറ്റ് വെയിറ്റ് പ്രോട്ടോകോൾസ് ആണ്. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഹോവേർഡ്സ് എന്തായിരിക്കും, കുറവായിരിക്കും. മൂന്നാമത്തെന്ന് പറയുന്നത് ഇംപ്ലിമെന്റേഷൻ ഇൻഡിപെൻഡന്റ് ആണ്. അതായത് ഇത് യൂസ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്നോളജീസും ആയിരിക്കും. ഇനി നാലാമതെന്ന് പറയുന്നത് ഫോൾട്ട് ഐസൊലേഷൻ ആണ്. അതായത് ഈ മൈക്രോ സർവീസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ എൻ്റെ അപ്ലിക്കേഷന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഫോൾട്ട് ഐസൊലേറ്റ് ചെയ്തെടുക്കാനും പറ്റും. സിംഗിൾ റെസ്പോൺസിബിലിറ്റി, അതായത് ഓരോ മൈക്രോ സർവീസും ഒരു ബിസിനസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബിസിനസ് സർവീസ് പ്രൊവൈഡ് ചെയ്യാനാണ് നിൽക്കുന്നത്. അപ്പൊ അതിന് ആ കാര്യം മാത്രം നോക്കിയാൽ മതി. ആ ഒരു സിംഗിൾ റെസ്പോൺസിബിലിറ്റി മാത്രം എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കൊഹീഷനും കപ്ലിംഗ് ആണ്. അത് 1970s അത് ഡെവലപ്പ് ആയിട്ട് വന്നത്. അതെന്താന്ന് വെച്ചാല് നമ്മുടെ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലുള്ള കമ്പോണൻസിന്റെ ഇന്റർഡിപെൻഡൻസ് പറയുന്ന രണ്ട് ടേംസ് ആണ് പറയുന്നത്. കപ്ലിംഗ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് റിലേഷൻഷിപ്സ് ദാറ്റ് വൺ കമ്പോണന്റ് ഹാസ് വിത്ത് അതർ കമ്പോണൻസ് ഇൻ ദ സിസ്റ്റം. അതായത് ഒരു കമ്പോണന്റ് ബാക്കിയുള്ള സിസ്റ്റത്തായിട്ട് കമ്പോണന്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് റിലേഷൻഷിപ്സ് ആണ് എന്ന് പറയുന്നത് കപ്ലിംഗ് എന്ന് പറയുന്നത്. ലോ കപ്ലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ആ കമ്പോണൻസിന് ബാക്കിയുള്ള കമ്പോണൻസ് ആയിട്ട് റിലേഷൻഷിപ്സ് ഉണ്ടാവില്ല എന്നാണ് അർത്ഥം. രണ്ടാമെന്ന് പറയുന്നത് കൊഹീഷൻ ആണ്. കൊഹീഷൻ എന്ന് പറയുന്നത് മെഷർ ഓഫ് നമ്പർ ഓഫ് റിലേഷൻഷിപ്സ് ദാറ്റ് പാർട്സ് ഓഫ് എ കമ്പോണന്റ് ഹാവ് വിത്ത് ഈച്ച് അതർ. അതായത് ഒരു കമ്പോണന്റ് പാർട്സും അതുപോലെ പാർട്സും തമ്മിലുള്ള റിലേഷൻഷിപ്സ് പറയുന്ന ഒരു ടേമാണ് കൊഹീഷൻ എന്ന് പറയുന്നത്.
ഹൈ കൊഹീഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് ദീസ് ആർ ദ കമ്പോണന്റ് പാർട്സ് ദാറ്റ് ആർ നീഡഡ് ടു ഡെലിവർ ദ കമ്പോണൻസ് ഫങ്ഷനാലിറ്റി ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കമ്പോണന്റ്. അപ്പൊ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തില് ശരിക്കും പറഞ്ഞാൽ ലോ കപ്ലിങ്ങും അതുപോലെ തന്നെ ഹൈ കൊഹീഷൻ ആയിരിക്കും നല്ലത്. കാരണം വെച്ചാൽ ലോ കപ്ലിങ് നടന്നു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു സർവീസ് വേറെ സർവീസിന് ചേഞ്ച് ചെയ്യാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഹൈ കൊഹീഷന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാല് സർവീസ് ഡു നോട്ട് ഹാവ് ടു കോൾ ലോട്ട്സ് ഓഫ് അതർ സർവീസ് ഡ്യൂറിങ് എക്സിക്യൂഷൻ. കോളിംഗ് അതർ സർവീസ് ഇൻവോൾവ്സ് കമ്മ്യൂണിക്കേഷൻ ഓവർഹെഡ്. അതല്ലേ, അതായത് പാർട്സ് ഓഫ് കമ്പോണന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കൊഹീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹൈ കൊഹീഷൻ എന്ന് പറയുമ്പോൾ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കൂടുതലായിരിക്കും. അപ്പോ ബാക്കിയുള്ള സർവീസിന് വിളിക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഓവർഹെഡ് കൂടും. അപ്പോൾ അത് സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ ഒരു സിസ്റ്റത്തിന് ലോ കപ്ലിങ്ങും അതുപോലെ തന്നെ ഹൈ കൊഹീഷൻ ആയിരിക്കും നല്ലത്. മെസ്സേജ് മാനേജ്മെന്റ് കോഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ മൈക്രോ സർവീസിൽ. കാരണം വെച്ചാല് ഇൻകമിംഗ് ആയിട്ടുള്ള മെസ്സേജ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഫോർ വാലിഡിറ്റി ആൻഡ് മെസ്സേജ് ഫോർമാറ്റ്. അതുപോലെ തന്നെ ഔട്ട് ഗോയിങ് ആയിട്ടുള്ള മെസ്സേജസ് എന്ത് ചെയ്യണം? കറക്റ്റ് ഫോർമാറ്റിൽ പാക്ക് ചെയ്തിട്ട് സർവീസ് കമ്മ്യൂണിക്കേഷൻ അത് കൊടുക്കണം. ഇനി അടുത്തെന്ന് പറയുന്നത് ഫെയിലിയർ മാനേജ്മെന്റ് കോഡ്. അതിന് രണ്ട് കൺസേൺസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് എന്താ വെച്ചാല് ഇറ്റ് ഹാസ് ടു കോപ്പ് വിത്ത് സർക്കംസ്റ്റാൻസസ് വെർ ദ മൈക്രോ സർവീസ് കനോട്ട് പ്രോപ്പർലി കംപ്ലീറ്റ് എ റിക്വസ്റ്റഡ് ഓപ്പറേഷൻ. അപ്പോൾ ഒരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് മൈക്രോ സർവീസസിന്റെ മാത്രമായിട്ട് നടക്കൂല. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് ഇഫ് എക്സ്റ്റേണൽ ഇന്ററാക്ഷൻസ് ആർ റിക്വയർഡ് സച്ച് ആസ് കോൾ ടു അനദർ സർവീസ് it has to handle the situation where that interaction does not succeed because external service returns an error or does not reply. അപ്പോൾ ഈ ഫെയിലിയർ മാനേജ്മെന്റ് കോഡിന്റെ അടുത്ത കാര്യം പറഞ്ഞത് എന്താ വെച്ചാല് ഇപ്പൊ എക്സ്റ്റേണൽ ഇന്ററാക്ഷൻസിന്റെ ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വേറെ സർവീസിനെ വിളിക്കണം. അപ്പൊ അങ്ങനെ വേറെ സർവീസ് വിളിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് വരും? എറർ വരും, അല്ലെങ്കിൽ ഡസ് നോട്ട് റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് വരും. ഈ മൂന്നാമത്തെ കാര്യം ഡാറ്റ കൺസിസ്റ്റൻസി മാനേജ്മെന്റ് ആണ്. അതായത് ഒരു മൈക്രോ സർവീസിൽ യൂസ് ചെയ്യുന്ന ഡാറ്റ ബാക്കിയുള്ള അതർ സർവീസസും എന്ത് ചെയ്യുന്നുണ്ടാവും? യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോ ഇൻ ദോസ് കേസസ് ദർ നീഡ്സ് ടു ബി വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഡാറ്റ അപ്ഡേറ്റ്സ് ബിറ്റ്വീൻ സർവീസസ് ആൻഡ് എൻഷുറിംഗ് ദാറ്റ് ദ ചേഞ്ചസ് മെയ്ഡ് ഇൻ വൺ സർവീസ് ആർ റിഫ്ലക്റ്റഡ് ഇൻ ഓൾ സർവീസസ് ദാറ്റ് യൂസ് ദ ഡാറ്റ. അതായത് നമ്മൾ എന്താ പറയാ, ഒരു സർവീസ് നമ്മൾ ഉണ്ടാക്കിയ ചേഞ്ച് എന്ത് ചെയ്യും? ബാക്കിയുള്ള സർവീസസിലും അത് എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ആവും. അതാണ് ഡാറ്റ കൺസിസ്റ്റൻസി മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആർക്കിടെക്ചർ ഡിസൈൻ അല്ലെങ്കിൽ മൈക്രോ സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിന്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല് അവർ ഓട്ടോണമസ് ആണ്. കാരണം വെച്ചാൽ അവരുടെ ഡിസിഷൻസ് അവർ തന്നെയാണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് സർവീസ് കൊടുക്കാൻ അവരുടെ ഡിസിഷൻസ് അവർ തന്നെയാണ് എടുക്കുന്നത്. പിന്നെന്താണ്, ടെക്നോളജി ഡിസിഷൻസ് എടുക്കുന്നത് ആരൊക്കെയാണ്? സർവീസ് ഇംപ്ലിമെന്റേഷൻ ടീമാണ്. അല്ലാണ്ട് സിസ്റ്റം ആർക്കിടെക്ട് അതിന് വേറെ ഡിസിഷൻസ് ഒന്നും എടുക്കൂല. അതൊക്കെ ചെയ്യുന്നത്, അങ്ങനത്തെ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ആരാണ്? സർവീസ് ഇംപ്ലിമെന്റേഷൻ ടീമാണ്. ഇനി അടുത്തെന്ന് പറയുന്നത് സർവീസ് കമ്മ്യൂണിക്കേഷൻസ് ആണ്. സർവീസ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുമ്പോൾ അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഈ സർവീസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മെസ്സേജ് എക്സ്ചേഞ്ച് ചെയ്തിട്ടായിരിക്കും. അപ്പൊ ഈ മെസ്സേജിൽ കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. അതായത് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്, ആളുടെ ഡീറ്റെയിൽസ്, പിന്നെ ഇതിന്റെ ആ മെസ്സേജിൽ ഉണ്ടാവുന്ന ഇൻപുട്ട് അല്ലെങ്കിൽ അവര് റിക്വസ്റ്റ് അനുസരിച്ചുള്ള ഔട്ട്പുട്ട് അതിലുണ്ടായിരിക്കും. പിന്നെ ഈ മെസ്സേജ് ഒരു പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മളൊരു മൈക്രോ സർവീസ് ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ എപ്പോഴും ഫസ്റ്റ് കീപ്പ് ചെയ്യണം. അതായത് എന്തൊക്കെ ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ എന്തൊക്കെ എന്താ പറയാ ഇൻസ്ട്രക്ഷൻസ് ആണ് മൈക്രോ സർവീസ് ഫോളോ ചെയ്യുന്നുള്ള ഒരു ഗൈഡ് ലൈൻസ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ കാണുന്ന 3 ഡിസിഷൻസ്, കീ ഡിസിഷൻസ് എടുക്കണം. അതായത് സിങ്ക്രണസ് ആണോ അസിങ്ക്രണസ് ആണോ, അതുപോലെ തന്നെ സർവീസ് കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റ്ലി ആണോ അതോ എല്ലാ മെസ്സേജ് ബ്രോക്കർ ഉണ്ടോ മിഡിൽ വെയർ ആയിട്ട്, അതുപോലെ തന്നെ എന്ത് പ്രോട്ടോക്കോൾ ആണ് നമ്മൾ ഈ മെസ്സേജ് എക്സ്ചേഞ്ചിന് യൂസ് ചെയ്യുന്നത്. ഇത്തരം ഡിസിഷൻസ് നമ്മൾ ഓൾറെഡി എടുത്തിരിക്കണം. അടുത്തെന്ന് പറയുന്നത് ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻസ് ആൻഡ് ഷെയറിംഗ് ആണ്. അതായത് ഈ മൈക്രോ സർവീസ് ഡെവലപ്മെന്റ് ഒരു ഇമ്പോർട്ടൻറ്റ് റൂൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ മൈക്രോ സർവീസും അതിൻ്റെതായിട്ടുള്ള ഡാറ്റ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പോ അതില് പറയുന്നത് എന്താ വെച്ചാല്
ഈ മൈക്രോ സർവീസ് ഡെവലപ്മെന്റ് എന്ത് ചെയ്യും, ഡാറ്റ ഐസൊലേറ്റ് ചെയ്തിട്ട് അതോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ഷെയറിങ് നടക്കാൻ പറ്റും. ഇനി ഡാറ്റ ഷെയറിങ് അൺഅവോയ്ഡബിൾ ആണെങ്കിൽ എന്ത് ചെയ്യും, യു ഷുഡ് ഡിസൈൻ മൈക്രോ സർവീസസ് സോ ദാറ്റ് മോസ്റ്റ് ഷെയറിങ് ഇസ് റീഡ് ഓൺലി. ഇനി നമ്മുടെ സിസ്റ്റത്തിൽ സർവീസസ് ഒക്കെ റെപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക വെച്ചാൽ ഈ മെക്കാനിസം, അതായത് മൈക്രോ സർവീസ് മെക്കാനിസം എന്ത് ചെയ്യും, to keep the database copies used by replica services consistent. അടുത്തെന്ന് പറയുന്നത് സർവീസ് കോർഡിനേഷൻ ആണ്. അതായത് ഈ മൈക്രോ സർവീസ് നമ്മൾ ഇന്ററാക്ഷൻസ് എന്ന് പറഞ്ഞല്ലോ, ആ ഇന്ററാക്ഷൻസ് ഒരു സ്പെസിഫിക് ഓർഡറിലാണ് നടക്കുക. ആ ഓർഡറിനെ വിളിക്കുന്ന പേരാണ് വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൈക്രോ സർവീസിന്റെ വേറെ ഒരു ഓൾട്ടർനേറ്റീവ് അപ്രോച്ചാണ് കൊറിയോഗ്രാഫി എന്ന് പറയുന്നത്. അതായത് അത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, കൊറിയോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, കണ്ടക്ടർ ഇല്ലാണ്ട് ഡാൻസ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ദ ഡാൻസ് പ്രൊസീഡ്സ് ആസ് ഡാൻസേഴ്സ് ഒബ്സർവ് വൺ അനദർ. അതായത് ഒരാൾ ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും പിന്നെ അടുത്ത പാർട്ട് ഓഫ് ദ ഡാൻസ് ഉണ്ടാവുക. അപ്പോൾ ഈ മൈക്രോ സർവീസ് ആർക്കിടെക്ചറിൽ ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ട് എന്തില്ല, ഒരു സർവീസ് കൺട്രോളർ ഇല്ല, പകരം ഈ കൊറിയോഗ്രാഫിയുടെ ആ ഒരു വർക്കിംഗ് ആണ് അവിടെ കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു സർവീസ് പ്രോസസ്സിങ് കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഒരു ഇവന്റ് സ്റ്റാർട്ട് ചെയ്യും. ബാക്കിയുള്ള സർവീസ് എന്ത് ചെയ്യും, ആ ഇവന്റ് വാച്ച് ചെയ്തിട്ട് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ ഈ സർവീസ് കൊറിയോഗ്രാഫി ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു മെസ്സേജ് ബ്രോക്കറിന് ആവശ്യമുണ്ട്. അവരാണ് എന്ത് ചെയ്യണത്, പബ്ലിഷ് ആൻഡ് സബ്സ്ക്രൈബ് മെക്കാനിസം അവിടെ ഇംപ്ലിമെന്റ് ആക്കുന്നത്. അതായത് പബ്ലിഷ് ആൻഡ് സബ്സ്ക്രൈബ് മീൻസ് ദാറ്റ് സർവീസ് പബ്ലിഷ് ഇവന്റ്സ് ടു അതർ സർവീസസ്, സബ്സ്ക്രൈബ് എന്ത് ചെയ്യുന്നു, ടു ദോസ് ഇവന്റ്സ് ദാറ്റ് ദേ ക്യാൻ പ്രോസസ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മൈക്രോ സർവീസ് ഡിപ്ലോയ്മെന്റ് ആൻഡ് കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ് ആണ്. മൈക്രോ സർവീസ് ഡിപ്ലോയ്മെന്റ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ആ ടീം തന്നെയാണ്, അതായത് ആ ഒരു സർവീസ് ടീം തന്നെ ആയിരിക്കും പുതിയ റിലീസിന്റെ റെസ്പോൺസിബിൾ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ് ആണ്. അതായത് എപ്പോഴൊക്കെയാണ് നമ്മൾ ആ ഒരു സർവീസിൽ ചേഞ്ച് വരുത്തുന്നത് അത് ഓട്ടോമാറ്റിക്കലി എന്തായി പോവും, ഡിപ്ലോയ് ആയിട്ട് പോവും. അതായത് ടെസ്റ്റിംഗ് ഒക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡിപ്ലോയ് ആയി പോവും. ഇനി ദിസ് പ്രോസസ് ഈസ് ഫുള്ളി ഓട്ടോമേറ്റഡ് ആൻഡ് റിലൈസ് ഓൺ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ടു എൻഷുർ ദ ന്യൂ വേർഷൻ ഈസ് റെഡി ഫോർ പ്രൊഡക്ഷൻ. അപ്പൊ ഇതൊക്കെ മൊത്തം ഓട്ടോമാറ്റിക്കലാണ്. കാരണം വെച്ചാല് എന്താ പറയാ, എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അത് ആദ്യം ടെസ്റ്റ് ചെയ്യും, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അത് ഡിപ്ലോയ് ആയിട്ട് പോകും. പിന്നെ എന്താ വെച്ചാൽ മൾട്ടിപ്പിൾ വേർഷൻ ഓഫ് എ സർവീസ് ആർ കെപ്റ്റ് ലൈവ് സോ ദാറ്റ് ഓൾഡർ വേർഷൻസ് ക്യാൻ ബി റീസ്റ്റോർഡ് ഇഫ് പ്രോബ്ലംസ് അപ്പിയർ ഇൻ ദ ന്യൂ വൺ. അതായത് ഒരു സർവീസിന്റെ ചിലപ്പോൾ മൾട്ടിപ്പിൾ വേർഷൻസ് നമ്മൾ എപ്പോഴും ലൈവാക്കി വെക്കും. കാരണം വെച്ചാൽ ഇപ്പോൾ പുതിയ ഉണ്ടാക്കിയ സർവീസ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഴയത് നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഡിപ്ലോയ്മെന്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എപ്പോഴാണോ ഒരു പ്രോഗ്രാമർ എന്താ പറയാ നമ്മൾ ഗിറ്റിൽ ചെയ്യുന്ന പോലെ കോഡ് കമ്മിറ്റ് ചെയ്യുന്നത്, അപ്പോഴായിരിക്കും ഡിപ്ലോയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അപ്ഡേറ്റ് സർവീസ്, ആ സർവീസ് ആദ്യം പാക്കേജ് ഇൻ ടു കണ്ടെയ്നർ, ഇൻസ്റ്റാൾ ഓൺ എ സെർവർ, ടെസ്റ്റഡ് ഓട്ടോമാറ്റിക്കലി. ഇത്രയും കാര്യം നടക്കും. എന്തൊക്കെയാണ്, ഒന്ന് പാക്കേജ് ചെയ്യും, പിന്നെ സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ടെസ്റ്റ് നടത്തും. ഇത് ഈ എല്ലാ ടെസ്റ്റും പാസ്സായാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ആ ഒരു വേർഷൻ റിലീസ് ആക്കത്തുള്ളൂ. പിന്നെ കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, it is ideal for deployment because they can run on any server configuration, making the process fast, reliable and consistent across environment. ഈ കണ്ടെയ്നേഴ്സ് നമ്മൾ പറഞ്ഞത് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഐഡിയൽ സംഭവമാണ്. കാരണം വെച്ചാൽ അവർക്ക് ഏത് സെർവർ കോൺഫിഗറേഷനിലും ഏത് പ്രോസസ്സിലും എന്ത് ചെയ്യാൻ പറ്റും, ഡിപ്ലോയ്മെന്റ് നടത്താൻ പറ്റും.